അപ്പോൾ കീമിന്റെ PR-ക്ക് മാർക്ക് എൻട്രീനെ പറ്റിയിട്ടും ഇൻഡെക്സ് സ്കോറിനെ പറ്റിയൊക്കെ ചോദിച്ച് പല കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഇൻഡെക്സ് സ്കോറിനെ പറ്റിയിട്ടും റാങ്ക് പ്രഡിക്ഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് മാർക്ക് എൻട്രീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, എഞ്ചിനീയറിംഗിന്റെ മാർക്ക് എൻട്രി 2/6/2025 ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെരിഫൈ ചെയ്യാനായിട്ട് 7/6/2025 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10/6/2025 പല കോളേജസിന്റെയും ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും 9/6/2025 ഓൺലൈൻ മാർക്ക് സബ്മിഷൻ എഞ്ചിനീയറിംഗിന്റെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം വെരിഫൈ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ 11/6/2025 വന്നിരുന്നു. അപ്പോൾ 11/6/2025 കീം എഞ്ചിനീയറിംഗ് BRക്കിന്റെ ഒക്കെ പോർട്ടലിൽ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാറ്റ എക്സാമിന്റെ ലാസ്റ്റ് എക്സാം 28 ജൂൺ വരെ ഉള്ളതുകൊണ്ട് മാക്സിമം കോഴ്സ് കിട്ടിയ കുട്ടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ BRക്കിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മാർക്ക് എൻട്രി എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. പക്ഷെ നമുക്ക് ക്ലാസ്സസ് തുടങ്ങേണ്ട സമയം അലോട്ട്മെന്റിന്റെ സമയം ലിമിറ്റഡ് ആണ്. AICT പറഞ്ഞിട്ടുള്ള ഒരു സമയത്തുള്ളിൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടിയോ ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടിയോ നമ്മുടെ മാർക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗിന്റെ പോലെ എല്ലാം നമുക്കിവിടെ ഫുള്ളായിട്ടുള്ള മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് +1 +2 കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് ആണല്ലോ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്പൈൻഡ് റിസൾട്ട് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരിക. CBSE ICSE മുതലേ പഠിച്ചിട്ടുള്ളവർക്ക് ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവർക്ക് ഒക്കെ അതിൻ്റെതായ രീതിയിൽ മാർക്ക് എൻട്രിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ CBSE ICSEക്കൊക്കെ +2ന്റെ റിസൾട്ട് മാത്രമാണ് മാർക്ക് എൻട്രിക്കായിട്ട് യൂസ് ചെയ്യുക. അതിൽ ഓവറോൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും സീറ്റ് കഴിയുമോ, മാനേജ്മെന്റ് സീറ്റ് കഴിയുമോ എന്നൊക്കെ ചോദിച്ച് പലരെയും പല പ്രൈവറ്റ് കോളേജിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുന്നതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ അതല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ തന്നെ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെന്റ് കിട്ടണമെങ്കിൽ ഉള്ളൊരു അലോട്ട്മെന്റ് പ്രോസസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർക്ക് അപ്ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് പ്രഡിക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു. BRB ഡിസൈൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ എൻട്രൻസിന് വേണ്ടി ചിലവാക്കുന്ന ചിലവിനെ പറ്റി ആലോചിച്ച് വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇഗ്നൈറ്റ് തൃശ്ശൂർ 10 വർഷത്തെ പാരമ്പര്യമുള്ള ഇഗ്നൈറ്റ് തൃശ്ശൂർ വളരെ ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്കായി ഈ എൻട്രൻസിൻ്റെ എക്സാം പ്രിപ്പറേഷൻ തയ്യാറാക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NIT കാലിക്കറ്റ്, SPA ഡൽഹി, SPA ഭോപ്പാൽ മുതലായ കോളേജുകളിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള CET ട്രിവാൻഡ്രം, GC തൃശ്ശൂർ മുതലായ ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ കരസ്ഥമാക്കുന്നതിൽ വിജയിക്കാറുണ്ട്. അതിനുള്ള കാരണം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് കോച്ചിങ് ഫോർ നാറ്റ ആൻഡ് JEE പേപ്പർ 2, ഇതുകൂടാതെ NID, NIFT, UCET മുതലായ B ഡിസൈൻ ആസ്പിരൻസിന് അതിനുവേണ്ട സ്പെഷ്യൽ കോച്ചിങ്, സൃഷ്ടി മുതലായ വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാമാണ് ഇഗ്നൈറ്റ് തൃശ്ശൂരിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായി തന്നെ പഠിപ്പിക്കുകയും വളരെ ഷോർട്ടായി അവർക്ക് മൈക്രോ SM ക്ലാസ്സുകളിലൂടെയും മറ്റും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ കാലയളവിൽ തന്നെ കുട്ടികളെ ഇത്തരം എക്സാമുകൾ എഴുതാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് ഇഗ്നൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്.